കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു സംഭവം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം, ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പ്ലം എടുത്തിട്ടുണ്ട്. പ്ലമ്മിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് കളറുള്ള ഫ്രൂട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കുഞ്ഞ് ബൗളിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ലതാണ്, ഇതിനേക്കാൾ കൂടുതൽ നന്നായിരിക്കും. കാരണം ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മിക്സി നന്നായിട്ട് അരച്ചെടുക്കാനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ അത്ര നന്നായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ. ഇത് നന്നായി കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മധുരമില്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം, പഞ്ചസാര ചേർക്കാം, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അത്രയും ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുക്കണം. നന്നായി തിക്കായിരിക്കണം കേട്ടോ, ഒരുപാട് വെള്ളം ചേർക്കരുത്. കാരണം ഒരു ലെയർ പോലെ കിട്ടണമെങ്കിൽ നല്ലൊരു തിക്ക് പോലെ ആയിരിക്കണം. പിന്നെ നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. അങ്ങനെ നമ്മൾ അത് ഒഴിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ നല്ല കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലം ചേർക്കുന്നത്. അതിനായിട്ട് ഒരു പ്ലം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പ്ലം ചെറിയ മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൽ വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല ലുക്കും നല്ല ടേസ്റ്റും ആണല്ലോ. കാരണം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നവരാണ്, അത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഞാൻ പറഞ്ഞത് മാങ്ങയിലാണ് ചേർക്കണം എന്ന് പറഞ്ഞത്. കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിന് പകരം നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, അതും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് പാൽ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക. കണ്ടൻസ് മിൽക്ക് ആയാലും കസ്റ്റാർഡ് എന്തായാലും വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം ഒരു തിക്ക് പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫ്ലേവർ പോലെ നല്ലൊരു ഐസ്ക്രീം തന്നെ ശരിക്കും കഴിക്കുന്നത് പോലെ നമ്മൾ വെള്ളം ചേർക്കുക നന്നായിട്ട്. അതിൻ്റെ ആ പൾപ്പ് മാത്രം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസോ എന്ത് വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, ചേർക്കാം. അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. വലിയ സംഭവമൊന്നുമില്ലല്ലോ, വളരെ കുഞ്ഞൊരു മാങ്ങ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ജ്യൂസല്ല, പകരം നമ്മൾ വെറുതെ വെള്ളമൊന്നും പാലൊന്നും ചേർക്കാതെ അരച്ചെടുക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ് മിൽക്കും പാലും അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ബട്ടൺ അമർത്തിയാലേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അത് മറക്കരുത്. പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം, ഒക്കെ നിങ്ങളിഷ്ടം. അതെല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളത് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇതിനകത്ത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകൊണ്ടു. താങ്ക് യു.